മന്ത്രി സജി ചെറിയാൻ്റെ നാക്കിൽ നിന്നും വീണ്ടും ഒരു വിവാദ പരാമർശമുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത് സംസ്ഥാനത്ത് ഈ മരണനിരക്ക് കുറയുന്നത് കൊണ്ട് സർക്കാരിന് വലിയ തോതിലുള്ള പെൻഷൻ ബാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 75 വയസ്സിനൊക്കെ മുകളിൽ സർക്കാർ സർവീസിലുള്ള നിരവധി ആളുകൾ പെൻഷൻ പറ്റി ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വലിയ പെൻഷൻ തുകയുമുണ്ട്. അപ്പോൾ ആ ഇനത്തിൽ വലിയൊരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്. കേരളം ആരോഗ്യരംഗത്തൊക്കെ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. മരണനിരക്ക് കുറവാണ്. അത് ഒരു തരത്തിൽ പോസിറ്റീവാണ്. പക്ഷേ ഈ പെൻഷൻ്റെ കാര്യം വരുമ്പോൾ അതൊരു നെഗറ്റീവാണെന്നൊക്കെ ഒരു മന്ത്രി പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിന് താഴെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ന്യായമായ സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു മന്ത്രി പറയേണ്ട സംഗതിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ വിഷയത്തെ എങ്ങനെ കാണണം എന്നതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, എങ്ങനെയാണ് സജി ചെറിയാൻ്റെ വിലയിരുത്തലിനെ കാണുന്നത്? സജി ചെറിയാൻ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, ഒരു സീനിയർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കുറേ കൂടി അദ്ദേഹം ആ പ്രായത്തിൻ്റേതായ ഒരു വിസ്ഡം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ചെങ്ങന്നൂർ ഏതെങ്കിലും അങ്ങാടിയിലിരുന്ന് ആളോട് സംസാരിക്കുന്ന രീതിയിൽ പൊതുവേദികളിൽ പോയി പ്രസംഗിക്കുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം. മുമ്പ് ഭരണഘടനയെ പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വിവാദമായി നമുക്കറിയാം. പല ഘട്ടങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവന നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശരിയാണ്. സംസ്ഥാനത്തിന് ഈ ആയുർദൈർഘ്യം കൂടുന്ന മൂലം പെൻഷൻ ബാധ്യത വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ്. പ്രത്യേകിച്ചും ഇത്രയും സാമ്പത്തിക വൈഷമ്യമുള്ള സ്ഥലത്ത് കൂടുതൽ ആളുകൾക്ക് പെൻഷൻ നൽകേണ്ടി വരുന്നു. നമ്മുടെ ടോട്ടൽ ജനസംഖ്യയിൽ തന്നെ 15% മുകളിൽ ഈ സീനിയർ സിറ്റിസൺ ആണ് എന്നുള്ളതും ഒരു ബാധ്യതയായി സർക്കാരിന് ശരിയാണ്. പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ മരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയിലാണ് പ്രശ്നം. ആളുകൾ മരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സർക്കാരിന് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ടോണാണ് അദ്ദേഹത്തിന് സംസാരം ഉണ്ടാക്കുന്നത്. അതൊരിക്കലും ഒരു ജനകീയ സർക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന LDF സർക്കാരിലെ ഒരു മന്ത്രിക്ക് ഒട്ടും ഭൂഷണമല്ല. ആളുകൾ അതിന് നെഗറ്റീവ് ടോണിലേ എടുക്കുകയുള്ളൂ. ഒന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും അതുകൊണ്ട് ഡാമേജേ ഉണ്ടാവുള്ളൂ. മറ്റൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ള കാമ്പുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൻഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം അതിനെങ്ങനെ സർക്കാർ മറികടക്കുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം റവന്യൂവിൻ്റെ എത്രയോ ശതമാനം 75% പെൻഷൻ ശമ്പളത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വൃദ്ധജനങ്ങൾ, അതായത് സീനിയർ സിറ്റിസൻ്റെ എണ്ണം കൂടി വരികയും മരണനിരക്ക് കുറയുകയും ജനനിരക്കും കുറയാണ്, മരണനിരക്കും കുറയാണ്. അപ്പോൾ കേരളം ഒരു വൃദ്ധസദനം പോലെ ആവുകയും എല്ലാവരെയും സർക്കാർ സംരക്ഷിക്കുന്ന രീതിയിൽ സർക്കാർ എല്ലാവർക്കും പെൻഷൻ കൊടുക്കേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് വലിയ ബാധ്യതയാണ്. അപ്പോൾ കേരളം പോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുന്നിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതെന്ന് നോക്കി പഠിക്കണം. പക്ഷേ നമ്മളങ്ങനെ പഠിക്കാനേ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോവിഡ് സമയത്ത് പോലും ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണിത്. അപ്പോൾ പെൻഷൻ എല്ലാവർക്കും കൊടുക്കുക. പെൻഷനെക്കുറിച്ച് തന്നെ 2 ഫിലോസഫി ഉണ്ട് ലോകത്ത്, 2 പൊളിറ്റിക്കൽ ഫിലോസഫികളുണ്ട്. ഒന്ന് യൂണിവേഴ്സൽ പെൻഷൻ. ഇപ്പോൾ അരുൺ റോയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും യൂണിവേഴ്സൽ പെൻഷൻ, എല്ലാവർക്കും ഒരേ പെൻഷൻ സർക്കാർ കൊടുക്കണം. ഇപ്പോൾ IASകാർക്ക് ഒരു പെൻഷൻ, മറ്റുദ്യോഗസ്ഥർക്ക് വേറെ പെൻഷൻ, കൃഷിപ്പണിക്കാർക്ക് വേറെ പെൻഷൻ. അപ്പോൾ ചിലർ ചോദിക്കുക, അപ്പോൾ IASകാരന് കൊടുക്കുന്ന പെൻഷൻ ഒരു കൃഷിപ്പണിക്കാരന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. രണ്ടുപേരും നൽകുന്നത് രാഷ്ട്ര നിർമ്മാണമാണ് ചെയ്യുന്നത്. അപ്പോൾ IASകാരൻ രാഷ്ട്രത്തെ സേവിക്കുന്ന പോലെ തന്നെ അതിലും കൂടുതൽ അയാളുടെ ലൈഫ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കർഷകൻ മണ്ണിനടി. അപ്പോൾ മണ്ണിൽ അപ്പോൾ ഒരേ ജീവിത ചെലവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ പെൻഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ച് ഈ ചോദ്യം ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യം, അങ്ങനെ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ സർക്കാർ പറഞ്ഞാൽ സർക്കാരിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇപ്പോൾ തന്നെ ഏതാണ്ട് എത്ര കോടി, ഇപ്പോൾ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങൾ സീനിയർ സിറ്റിസൺസിന് മാത്രം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഏതാണ്ട് 84,000 കോടി വർഷം പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഭാരം, ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് അത്രയും വലിയ ഭാരം വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിന് പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ജോലി ചെയ്ത് ജീവിക്കുന്നവർ എന്ന നിലയ്ക്ക് നമ്മളുടെ ലൈഫിൽ നമ്മളെല്ലാ മാസവും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ പെൻഷൻ ഫണ്ടിലേക്ക് കൊടുക്കുകയും സർക്കാരും അതിലേക്ക് ഒരു ഫണ്ട് ഇടുകയും അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫണ്ടിന് അനുസൃതമായി സർക്കാർ ഇടുന്ന ഫണ്ടും കൂട്ടി നമുക്ക് പെൻഷൻ നൽകുന്ന രീതി, കോൺട്രിബ്യൂട്ടീവ് പെൻഷൻ രീതി നല്ലതാണ്. കാരണം നമ്മളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി പണം മാറ്റി വയ്ക്കുന്നുണ്ട്, അങ്ങനെ പെൻഷനും വേണ്ടി പണം മാറ്റി വയ്ക്കാം. നമ്മുടെ സീനിയർ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് അങ്ങനെ സെക്യൂർ ആക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഒന്നുകിൽ സർക്കാർ ഒരു മിനിമം പെൻഷൻ എല്ലാവർക്കും കൊടുക്കുക, മറ്റ് കൂടുതൽ ജോലി ഉള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ച് അവരൊരു കോൺട്രിബ്യൂട്ടീവ് പെൻഷനിൽ കൂടി അവർക്ക് ഏർപ്പെടുത്തി കുറേ കൂടി മികച്ച പെൻഷൻ ലഭിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കുക. മറ്റൊന്ന്, ഈ റിട്ടയർമെൻറ്റ് പ്രായം ഉയർത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം കേരളത്തിൽ ഈ പറയുന്ന സീനിയർ സിറ്റിസൻ്റെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ എണ്ണം കൂടി വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒന്നാമത്തെ കാര്യം, ആയുർദൈർഘ്യം കൂടുന്നതോടൊപ്പം തന്നെ 60-65 വയസ്സായാലും ആളുകളുടെ ഇപ്പോൾ 60 വയസ്സെന്ന് പറഞ്ഞാൽ യൗവനമായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും
പറയുന്നത്. അപ്പോൾ ഈ ആളുകളുടെ ക്രിയേറ്റിവിറ്റി, ഇയാളുടെ പ്രൊഡക്ടിവിറ്റി സമൂഹത്തിന് ആവശ്യമില്ലേ? അപ്പോൾ അങ്ങനെ എന്താണ് പെൻഷൻ പ്രായമായ ആളുകളെ പാർട്ട് ടൈം ജോലികളിലേക്ക് വഴിതിരിച്ചു വിടുന്ന രാജ്യങ്ങളുണ്ട്. പാർട്ട് ടൈം ജോലി, മുഴുവൻ സമയം ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗപ്പെടുത്തുക, അവർക്ക് ജോലി കണ്ടെത്തി നൽകുക, അവരെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതും വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ആ പെൻഷൻ്റെ ഒരു ഭാരം കുറഞ്ഞു കിട്ടും. അവർ ജോലി ചെയ്യുന്നിടത്തോളം അവർ ആ പണം കൊണ്ട് ജീവിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ കുറേ കൂടി ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫ്, ഈ ഒരു സീനിയർ സിറ്റിസൺ കെയർ ചെയ്യുന്ന രീതികൾ, ഹോം കെയർ പോലുള്ള സംവിധാനങ്ങൾ, അങ്ങനെയൊക്കെ ഏർപ്പെടുന്ന രീതിയിലേക്ക് കുറേ കൂടി വിശാലമായി ദീർഘകാല ദൃഷ്ടിയോടുകൂടി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്? പെൻഷൻ പ്രായം കുറയ്ക്കാനാണ് നോക്കുന്നത്. പരമാവധി പെൻഷൻ പ്രായം കുറേ കൂടി കുറയ്ക്കാനാണ് നോക്കുന്നത്. ഇത് രണ്ടും ഒരു എന്താണ്, വളരെ ഒരു ലോങ് ലാസ്റ്റിംഗ് പ്ലാനിങ് വേണ്ട, വളരെ ദീർഘദൃഷ്ടിയോടെ ഭരണകൂടം പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെയാണ് ഈ കേസ് വർത്തമാനം പറഞ്ഞ് കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് കുറേ കൂടി ആ കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ സജി ചെറിയാൻ പോലുള്ള മന്ത്രിമാർ തയ്യാറാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, പറഞ്ഞ ആളും വേദിയും ശരിയായില്ല എന്നതിനപ്പുറത്ത് ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ കാര്യത്തിലേക്ക് ഒരു റീതിങ്കിങ് വേണം എന്നുള്ളൊരു ആവശ്യം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സർക്കാരിന് ആ കാര്യത്തിലൊരു ഭാരം ഉണ്ടെന്നുള്ളതും ഇനിയുള്ള ദീർഘകാലത്തേക്ക് ഇത്തരം ആളുകൾക്കെല്ലാം പെൻഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് പലതരത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നുള്ളൊരു വസ്തുതാപരമായ സംഗതിയാണ്. അത് ഗവൺമെൻറ് സീരിയസ് ആയി ചിന്തിക്കുകയോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കാൻ സജി ചെറിയാനെ ചുമതലപ്പെടുത്തരുത് എന്നാണ്. അദ്ദേഹം ഇത്തരം ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരിനെ തന്നെ കുഴപ്പത്തിലാക്കും. നമ്മുടെ എവിടെയാണോ നമ്മൾ എന്ത് വിഷയമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അതിനെ അദ്ദേഹം വഴിതെറ്റിക്കുകയും ചെയ്യും. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഓണാട്ടുകാരുടെ ഭാഷയിൽ എവിടെയെങ്കിലും ചായക്കടയിൽ ഇരുന്ന് വർത്താനം പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണ് അദ്ദേഹം. ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ ആളാണ്. മതേതരത്വം എന്നൊക്കെ പറഞ്ഞതല്ല സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ പറയേണ്ട കാര്യമാണെന്ന് ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് ആവശ്യമായ നവീനമായ സംഗതികൾ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ സജി ചെറിയാനെ നമുക്ക് ഒരു ഓഫ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാന കാര്യം സർക്കാരിന് അങ്ങനെ ഒരു സീരിയസ് കൺസേൺ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 94 വയസ്സുള്ള തൻ്റെ മുത്തശ്ശി 50,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നു. എൻ്റെ അമ്മമ്മയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇത്തവണ ഉദാഹരിക്കുമ്പോൾ എൻ്റെ അമ്മമ്മയുടെ കാര്യം തന്നെ പറയാമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഒരു കൺസേണാണ് മന്ത്രി നൽകി അദ്ദേഹം പങ്കുവയ്ക്കുന്നതെങ്കിൽ അദ്ദേഹം ആലോചിക്കേണ്ട കാര്യം, അപ്പോൾ ഗവൺമെൻറ് എന്തുമാത്രം സീരിയസ് ആയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ, ശാസ്ത്രീയമായി പരിഹരിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞു, അതായത് കേരളത്തിലെ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ എല്ലാ ഇൻഡെക്സും ഏറ്റവും മുകളിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. കേരളത്തിലൊരു ശരാശരി പുരുഷന് 72 വയസ്സോ 74 വയസ്സോ 80 വയസ്സ് വരെ സ്ത്രീകൾക്കും ആയുസ്സുണ്ടെന്നാണ് 2018 മുതൽ ഏറ്റവും അവസാനത്തെ പഠനം പറയുന്നത്. എന്ന് വെച്ചാൽ ആയുർദൈർഘ്യത്തിൽ മറ്റു പലരേക്കാളും മുകളിൽ നിൽക്കുന്നവരാണ് നമ്മൾ, ആരോഗ്യപരമായി മുകളിൽ നിൽക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ഈ പറയുന്ന 60 വയസ്സിന് താഴെ കൊണ്ടവരോട് സർവീസ് ക്ലോസ് ചെയ്ത് പിന്നെ അയാൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നതിനകത്ത് എന്തുമാത്രം യുക്തിയുണ്ട്? ഗവൺമെൻറ് മുമ്പിൽ എപ്പോൾ പെൻഷനും പ്രായം വർധന ആവശ്യം മുന്നോട്ട് വന്നാലും സർക്കാർ എന്ത് ചെയ്യും? അതിനെടുത്ത് മാറ്റിവെക്കും. ഇനിയിപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ ഈ പെൻഷൻ പ്രായം ഉയർത്തണം എന്നുള്ള നിർദ്ദേശം സർക്കാരിന് കൊടുത്തു, മന്ത്രിസഭ വേണമെന്ന് വെച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷരായിട്ടുള്ള ഒരു സെക്രട്ടറി തല സമിതി സർക്കാരിനോട് പെൻഷൻ പ്രായം ഉയർത്തണം എന്നാവശ്യപ്പെട്ടു. ഗവൺമെൻറ് അതിൽ തൊട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ തന്നെ വലിയ പെൻഷൻ പ്രായം ഉയർത്തണം എന്നുള്ള ആവശ്യം ഉയർന്ന പെട്ടെന്ന് യുവജന സംഘടനയുടെ പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരും. അവരുടെ സാധ്യതകളെ അവസരങ്ങളെ ഇല്ലാതാക്കുകയാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സാലറി ഹൈക്കിൻ്റെ കമ്മീഷൻ പോലും പറയുന്നത് 1 വർഷത്തേക്ക് നിങ്ങളത് മാറ്റിവെച്ചാൽ പോലും അത്രയും ഡിലേ വരുമെന്ന് വെച്ചിട്ട് എല്ലാവരുടെ അവസരം നഷ്ടമാകും എന്നുള്ളൊരു വ്യാഖ്യാനത്തിന് അവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ, ഗോവയിലേക്ക് പോയാൽ, പഞ്ചാബിലേക്ക് പോയാൽ അവിടെയൊക്കെ നമ്മളെക്കാൾ കൂടുതലാണ് പെൻഷൻ പ്രായം. വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ 66 വയസ്സ് വരെയൊക്കെ ആളുകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നിയമമുള്ള സംവിധാനങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ പെൻഷൻ എപ്പോൾ പെൻഷൻ ആവണം, 60 വയസ്സിന് താഴെ അയാളുടെ സർവീസ് ക്ലോസ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് പണം കൊടുക്കുക 90 വയസ്സ് വരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് എത്ര വരെ അയാളുടെ സർവീസ് എടുത്തുകൊണ്ട് അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റും? 65 വയസ്സ് വരെ അയാളുടെ സർവീസ് എടുത്തുകൊണ്ട് അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നേട്ടമല്ലേ? ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യം അതാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ കാര്യം നേരത്തെ ഒരു സജഷൻ എന്ന നിലയ്ക്ക് അജിംസ് മുന്നോട്ട് വെച്ചാണ് ഗവൺമെൻറ് അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പെൻഷൻ ശരിയാണ്, വലിയ ഭാരമാണ്. ഭയങ്കര 2.5 ലക്ഷം പേരാണ് സർവീസ് സെക്ടറിൽ മാത്രം പെൻഷൻ വാങ്ങിക്കുന്നത്. പിന്നെ ഫാമിലി പെൻഷൻ, മറ്റ് പെൻഷൻ എല്ലാം കൂടി സർക്കാരിന് ഭയങ്കരമായ ഭാരമുണ്ട്. അപ്പോൾ അത് ലഘൂകരിക്കാൻ പുതിയ കാലത്ത് നമ്മൾ ഭയങ്കര ക്രൈസിസിലാണെന്ന് കാര്യം. ഇപ്പോൾ ഇതിന് ഭയങ്കരമായ മാനേജ്മെൻറ്റ് നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ധനവകുപ്പ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ ഭരണപരിഷ്കാര കമ്മീഷൻ കൂടുതൽ ക്രൈറ്റീരിയ അവലംബിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ക്രൈസിസിലേക്ക് പോകാൻ സാധ്യത കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു പെൻഷൻ വലിയ ഭാരമാണെങ്കിൽ ആ പെൻഷൻ ഭാരത്തെ എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാം? ഇപ്പോൾ യുവാക്കൾക്ക് പെൻഷൻ പ്രായം കൂട്ടുന്നതിനെക്കുറിച്ച് വലിയ കൺസേൺ ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസ്യത എങ്ങനെ എടുക്കാം? പ്രോപ്പറായിട്ടുള്ള നിയമനങ്ങൾ നടത്തുക, എല്ലാ വർഷവും ഉറപ്പാക്കുക പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൂടി വിശ്വാസം എടുക്കാവുന്നേ ഉള്ളൂ. സോ അത്
ഗൗരവപ്പെട്ട ആശങ്കയാണെങ്കിൽ ഗൗരവപ്പെട്ട പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അല്ലാതെ ആളുകളെ വഴിതെറ്റിക്കുകയും മൊത്തം സിസ്റ്റത്തെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നാണ് വിട്ടു നിൽക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.